അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, എന്തുകൊണ്ടും സന്തോഷമുളവാക്കുന്ന, ലോക മുഅ്മിനീങ്ങൾ മുഴുവനും ആഹ്ലാദിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഇന്നാണല്ലോ ബദർ ദിനം. മഹാന്മാരായ സ്വഹാബുൽ ബദരീങ്ങളെ സ്മരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ആയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉ വലാകിൻ ലാ തശ്ഉറൂൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ, ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞ, നമ്മളെ ഭാഷയിൽ ജീവൻ പോയ, മരണപ്പെട്ട എന്ന് നമ്മളെ ഭാഷയിൽ പറയുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹ് പറയുന്നു, അവരെപ്പറ്റി നിങ്ങൾ പറയരുത് അംവാത്, മരിച്ചവരാണെന്ന് പറയരുത്. എന്നിട്ട് അല്ലാഹു നിസ്സംശയം ഓർമ്മപ്പെടുത്തി, ബൽ അഹ്യാഉൻ, അവർ ജീവനുള്ളവരാണ്, അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. വലാകിൻ ലാ തശ്ഉറൂൻ, എന്നാൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയുകയില്ല. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ചില ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് അറിയൂല എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബദരീങ്ങൾ അവർ ഈ ലോകത്ത് നിന്ന്, ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും അവരെപ്പറ്റി മരിച്ചവരെന്ന് പറയാൻ പാടില്ല, അവർ ജീവനുള്ളവരാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് തന്നെ ബദരീങ്ങളുടെ മഹത്വം നമുക്ക് മനസ്സിലാകും. വേറെയും ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ബദരീങ്ങളെ ഓർക്കണം, അവരെ സ്നേഹിക്കണം. അവരുടെ മദതും അവരുടെ തെർബീയത്തും കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അവരുടെ തെർബീയത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി മനസ്സുരുകി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവിൽ അടുത്തവരാണവർ, നമ്മളെക്കാൾ വലിയവരാണവർ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.